JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ഗ്രേഡ് 2 തസ്തികയിലേക്ക് അപേക്ഷ സംബന്ധിച്ചുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള റാങ്ക് ഫയൽ ലഭ്യമാണ്. റാങ്ക് ഫയൽ PDF ആയിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ള. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. ഇന്ന് നമ്മൾ അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ഗ്രേഡ് 2ന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. രണ്ടാമത്തെ ക്ലാസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യനുകൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ബാക്കിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Which of the following statement is true about mouth parts of insect? അതായത് പ്രാണികളുടെ വായ്ഭാഗങ്ങളെ കുറിച്ച് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ പ്രാണികളുടെയൊക്കെ വായ്ഭാഗങ്ങളെ കുറിച്ച് കുറച്ച് പ്രസ്താവനകൾ, 3 പ്രസ്താവനകൾ താഴെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ആ 3 പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ശരിയെന്ന് നമുക്ക് ഓരോ പ്രസ്താവന നോക്കാം. ഫസ്റ്റ് വൺ, ഇൻ ഹെമിപ്റ്ററ മാൻഡിബിൾസ് മാക്സിലെ ആൻഡ് ലേബിയം ആർ elongate structures and are fluid feeders. Second one, Thyanopetra are solid feeders. Third one, locusts are caterpillars having biting and chewing type of mouth part. Option A 1 and 2, 1 and 3. Option B 2 and 3. Option C only 1 and 2. Option D all of the above. അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, 1 and 3. ഇൻ ഹെമിപ്റ്ററ മാൻഡിബിൾസ് മാക്സിലെ ആൻഡ് ലേബിയം ആർ elongate structures and are fluid feeders. അതായത് ഈ ഹെമിപെട്രയിൽ മാൻഡിബിൾസ്, മാക്സില്ല, ലാബിയം എന്നിവ നീളമേറിയ ഘടനകളും ദ്രാവക തീറ്റയുമാണ്. അപ്പോൾ ഈ മൗത്ത് പാർട്സ് ഓഫ് ഇൻസെക്ട്, അതായത് പ്രാണികളുടെ വായ്ഭാഗങ്ങളെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ ഏതാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. ഇനി ഏതാണ് ശരിയായിട്ടുള്ളത്? മൂന്നാമത്തെ പ്രസ്താവന അല്ലേ. മൂന്നാമത്തെ പ്രസ്താവന എന്താണ്? ലോക്കസ് ആൻഡ് കാറ്റർപില്ലേഴ്സ് ഹാവിംഗ് ബിറ്റിംഗ് ആൻഡ് ചീവിംഗ് ടൈപ്പ് ഓഫ് മൗത്ത് പാർട്ട്. അതായത് വെട്ടുകിളികളും കാറ്റർപില്ലറുകളും കടിച്ച് ചവയ്ക്കുന്ന തരത്തിലുള്ള വായ്ഭാഗം. അപ്പോൾ ഈ ഒന്നാമത്തെ പ്രസ്താവനയും മൂന്നാമത്തെ പ്രസ്താവനയുമാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, the most important excretory organ in insects. അതായത് പ്രാണികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിസർജന അവയവം. പ്രാണികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിസർജന അവയവം ഏതാണ്? പ്രാണികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിസർജന അവയവം ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. എന്താണ്? മാൽപീജിയൻ ട്യൂബലുകൾ. അതാണ് പ്രാണികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിസർജന അവയവം. മാൽപീജിയൻ ട്യൂബുലുകൾ അതാണ് പ്രാണികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിസർജന അവയവം. അടുത്ത ക്വസ്റ്റ്യൻ, മേജർ പെസ്റ്റ് ഓഫ് ബ്രിഞ്ചൽ അഫക്ട്സ് ബോത്ത് വെജിറ്റേറ്റീവ് ആൻഡ് റീപ്രൊഡക്റ്റീവ് പാർട്സ്. അതായത് ഈ വഴുതനയുടെ പ്രധാന കീടങ്ങള് സസ്യ പ്രത്യുൽപാദന ഭാഗങ്ങളെ ബാധിക്കുന്നു. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. എന്താണത്? ഓപ്ഷൻ ഡി, ലൂസിനോഡുകൾ ഓർബനോലിസ്. ലൂസിനോഡസ് ഓർബനോലിസ് ആണ് കറക്റ്റ് ആൻസർ. മേജർ പെസ്റ്റ് ഓഫ് ബ്രിഞ്ചൽ അഫക്ട്സ് ബോത്ത് വെജിറ്റേറ്റീവ് ആൻഡ് റീപ്രൊഡക്റ്റീവ് പാർട്സ്. വഴുതനയുടെ പ്രധാന കീടങ്ങള് സസ്യ പ്രത്യുൽപാദന ഭാഗങ്ങളെ ബാധിക്കുന്നു. ഏതാണ് ആൻസർ? ലൂസിനോഡുകള് ഓർബനോലിസ്. അടുത്ത ക്വസ്റ്റ്യൻ, which of the following statement is true about economic damage by insect? അതായത് പ്രാണികൾ മൂലമുണ്ടാകുന്ന സാമ്പത്തിക നാശത്തെ കുറിച്ച് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? അതായത് പ്രാണികൾ മൂലമുണ്ടാകുന്ന സാമ്പത്തിക നാശത്തെ കുറിച്ച് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഈ 3 പ്രസ്താവനകൾ താഴെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അതിനകത്ത് ഏതാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ പ്രസ്താവന ഏതാണ്? The lowest level of injury where damage can be measured is called economic threshold level. ഓപ്ഷൻ രണ്ടാമത്തെ പ്രസ്താവന, gain threshold has been used to express the beginning point of economic damage. Third one,
economic injury level is the minimum number of insects that would reduce yield equal to the gain threshold. Option A 1 and 2, option B 2 and 3, option C only 3, option D only 1. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 2 and 3. 2 and 3. അത് എന്താണ് 2 and 3? Gain threshold has been used to express the beginning point of economic damage. അതായത് സാമ്പത്തികത്തിന്റെ ആരംഭ പോയിന്റ് പ്രകടിപ്പിക്കാൻ ഗെയിൻ ത്രെഷോൾഡ് ഉപയോഗിച്ച് കേടുപാടുകൾ. മൂന്നാമത്തേതാണ് എക്കണോമിക് ഇഞ്ചുറി ലെവൽ EIL ഈസ് ദ മിനിമം നമ്പർ ഓഫ് ഇൻസെക്ട്സ് ദാറ്റ് വുഡ് റെഡ്യൂസ് yield and ഈക്വൽ ടു ദ ഗെയിൻ ത്രെഷോൾഡ്. അതെന്താണ്? എക്കണോമിക് ഇഞ്ചുറി ലെവലാണ് ഏറ്റവും കുറഞ്ഞ പ്രാണികളുടെ എണ്ണം ലാഭത്തിന്റെ പരിധിക്ക് തുല്യമായ വിളവ് കുറയ്ക്കുക. അതാണ് ഈ പ്രാണികൾ മൂലമുണ്ടാകുന്ന സാമ്പത്തിക നാശത്തെ കുറിച്ച് ഈ രണ്ട് പ്രസ്താവനകളാണ്, അതായത് രണ്ടാമത്തെയും മൂന്നാമത്തെയും പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ. An act to regulate the import, manufacture, sale, transport, distribution and use of insecticides in India. An act to regulate the import, manufacture, sales, transport, distribution and use of insecticides in India. എന്താണ് ആ ചോദ്യത്തിന്റെ അർത്ഥം? എന്താണ്? ഇന്ത്യയില് കീടനാശിനികളുടെ ഇറക്കുമതി, നിർമ്മാണം, വിൽപ്പന, ഗതാഗതം, വിതരണം, ഉപയോഗം എന്നിവ നിയന്ത്രിക്കുന്നതിനുള്ള ഒരു നിയമം. ഏതാണ് ആ നിയമം? ഇൻസെക്ടിസൈഡ് ആക്ട് 1968. ഇൻസെക്ടിസൈഡ് ആക്ട് 1968. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അതായത് ഇന്ത്യയില് കീടനാശിനികളുടെ ഇറക്കുമതി, നിർമ്മാണം, വിൽപ്പന, ഗതാഗതം, വിതരണം, ഉപയോഗം എന്നിവ നിയന്ത്രിക്കുന്നതിനുള്ള ഒരു നിയമം. അതാണ് ഇൻസെക്ടിസൈഡ് ആക്ട് 1968. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following statement is false about pests of rice? അതായത് ആ ചോദ്യത്തിന്റെ അർത്ഥം എന്താണ്? നെല്ലിലെ കീടങ്ങളെ കുറിച്ച് ഇനി പറയുന്ന പ്രസ്താവനകളിൽ തെറ്റ് ഏതാണ്? ചോദ്യം ശരിക്കും വായിക്കണം. ഇതിന്റെ അകത്ത് എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഈ താഴെ കൊടുത്തിരിക്കുന്ന 4 പ്രസ്താവനകളിൽ തെറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 പ്രസ്താവനകളുണ്ട്. അതിന്റെ അകത്ത് തെറ്റ് ഏതാണ്? ഓപ്ഷൻ ബി ആണ് തെറ്റായിട്ടുള്ളത്. സിറോത്രോണിസ് livipennis is a predator of rice bug. എന്താണ് അതിന്റെ അർത്ഥം? അതായത് സിർട്ടോറിനസ് ലിവിൻഡോപെന്നിസ് റൈസ് ബഗിന്റെ വേട്ടക്കാരനാണ്. അപ്പോൾ അതാണ് ഓപ്ഷൻ ബി ആണ് തെറ്റായിട്ടുള്ളത്. ബാക്കി 3 എണ്ണവും എയും സിയും ഡിയും ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. അടുത്ത ക്വസ്റ്റ്യൻ. Insecticide not included under neonicotinoid group. അതായത് നിയോനിക്കോട്ടിനോയിഡ് ഗ്രൂപ്പിന്റെ കീഴിൽ കീടനാശിനി ഉൾപ്പെടുത്തിയിട്ടില്ല. നിയോനിക്കോട്ടിഡ് ഗ്രൂപ്പിന്റെ കീഴിൽ കീടനാശിനി ഉൾപ്പെടുത്തിയിട്ടില്ല. ഏതാണ്? അസഫേറ്റ് ആണ് ശരി ഉത്തരം. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആണ്. അസിഫേറ്റ് ആണ് കറക്റ്റ് ആൻസർ. ഇൻസെക്ടിസൈഡ് നോട്ട് ഇൻക്ലൂഡഡ് അണ്ടർ നിയോനിക്കോട്ടിനോയിഡ് ഗ്രൂപ്പ് അസഫേറ്റ് ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following statement is true about insect growth regulators IGR? അതായത് ഈ പ്രാണികളുടെ വളർച്ച റെഗുലേറ്ററുകളെ സംബന്ധിച്ച് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? 4 പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. അതിന്റെ അകത്ത് ശരിയായത് ഏതാണ്? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. IGR which disrupt metamorphosis are called juvenile hormone. അതായത് ഈ രൂപാന്തരീകരണത്തെ തടസ്സപ്പെടുത്തുന്ന IGR-നെ ജുവനൈൽ ഹോർമോൺ എന്ന് വിളിക്കുന്നു. രൂപാന്തരീകരണത്തെ തടസ്സപ്പെടുത്തുന്ന IGR-നെ ജുവനൈൽ ഹോർമോൺ എന്ന് വിളിക്കുന്നു. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ആന്റി കൊയാഗുലന്റ് റോഡിൻഡസൈഡ്. അതായത് ആന്റി കൊയാഗുലന്റ് എലിനാശിനി ഏതാണ്? ബോത്ത് 1 and 2 വാർഫറിൻ
ആൻഡ് ബ്രോമിഡിയോലോൺ. ബ്രോമിഡിയോലോൺ ആണ്. വാർഫറിനും ബ്രോമിഡിയോലോണുമാണ് ആന്റി ഗോഗുലന്റ് എലിനാശിനി. ബോത്ത് 1 and 2. അടുത്ത ക്വസ്റ്റ്യൻ. സെലക്ട് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻ കണക്ഷൻ വിത്ത് ഹണി ബീസ്. തേനീച്ചയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. 3 പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഒന്ന്, ദ മൗത്ത് പാർട്സ് ആർ പിയേഴ്സിംഗ് ആൻഡ് സക്കിംഗ് ടൈപ്പ്. സെക്കൻഡ് വൺ, ദ ഡ്രോൺസ് ബീങ് ഫീമെയിൽസ് ലാക്ക് എ സ്റ്റിങ്. തേർഡ് വൺ, ഫോർ ലെഗ് ഈസ് ആന്റിന ക്ലീനർ. ഓപ്ഷൻ എ 1 and 2, ഓപ്ഷൻ ബി 1 and 3, ഓപ്ഷൻ സി only 3, ഓപ്ഷൻ ഡി 1, 2 and 3. ഏതാണ് കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, only 3. only 3 ഏതാണ്? 4 leg antenna cleaner. അതായത് 4 leg antenna cleaner ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അതായത് തേനീച്ചയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഓപ്ഷൻ സി ആണ്. അതായത് മൂന്നാമത്തെ പ്രസ്താവനയാണ് ശരിയായിട്ടുള്ള 4 leg antenna cleaner. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.